തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേഡൽ ജിൻസൺ രാജയെ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. വിചാരണ നേരിട്ട് മനസ്സിലാക്കാനുള്ള മാനസികാരോഗ്യം കേഡലിനുണ്ട് എന്ന മെഡിക്കൽ റിപ്പോർട്ട് നൽകിയതോടെയാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഈ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു ക്രൂരതയായിരുന്നു നന്ദൻകോട് ഈ കൊലപാതകം. അച്ഛനും അമ്മയും സഹോദരിയും ബന്ധുവും ഉൾപ്പെടെ എല്ലാവരെയും കൊന്ന് കത്തിച്ച് കളഞ്ഞ ഒരു കേസ്, മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിച്ച കേസ്. പ്രതിക്ക് മനോവൈകല്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനുള്ളൊരു തീരുമാനം അത് ഈ വിചാരണ നടപടികൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ? ഇത് സൂചിപ്പിച്ചതുപോലെ 2017 ഏപ്രിൽ 9 ഈ നന്ദൻകോട് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടില് അമ്മയും സഹോദരിയും അടക്കം 4 പേരെ കൊലപ്പെടുത്തിയത്. അതും വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രതി കേഡൽ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഗെയിം കാണിക്കാമെന്ന് പറഞ്ഞാണ് മാതാപിതാക്കളെയും സഹോദരിയും വീടിന്റെ മുകളിലത്തെ നിലയിലെത്തിച്ച് മഴു ഉപയോഗിച്ചായിരുന്നു തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പോലീസ് അന്വേഷണത്തിലാണ് കേഡലിന്റെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്നത്. അതിന് പിന്നാലെ ഈ ആത്മാവിനെ മോചിപ്പിക്കാനുള്ള കേഡലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കൊലയ്ക്ക് ഉപയോഗിച്ച മഴു ഉൾപ്പെടെ ഓൺലൈനിലാണ് വാങ്ങിയതെന്ന് അടക്കമുള്ള പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ക്രൂര കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിചാരണ ഘട്ടത്തിലൊക്കെ ഇത് നേരിടാനുള്ള, വിചാരണ നേരിട്ട് മനസ്സിലാക്കാനുള്ള മാനസികാരോഗ്യം കേഡലിനുണ്ടോ എന്നൊരു മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ആ റിപ്പോർട്ട് പ്രകാരം പ്രതി കേഡലിന് ഇത്തരത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാമെന്നൊരു തീരുമാനത്തിൽ